ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. വേൾഡ് ഫുഡ് ഇന്ത്യ 2025 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയുടെ കപ്പൽ നിർമ്മാണ സമുദ്ര ആവാസ വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതിന് 69,725 കോടി രൂപയുടെ സമഗ്ര പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം. രാജ്യത്ത് മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയുടെ വിപുലീകരണത്തിന്റെ ഭാഗമായി ബിരുദാനന്തര കോഴ്സുകളുടെ സീറ്റുകൾ വർദ്ധിപ്പിച്ച് കേന്ദ്രമന്ത്രിസഭ. കുട്ടനാട്ടിലെ നെൽകൃഷി വികസനത്തിനായി പ്രത്യേക നിർദ്ദേശം ഉൾപ്പെടുത്തി കേന്ദ്ര കൃഷിമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് കേന്ദ്ര സംഘം. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. മത്സ്യബന്ധനത്തിന് ശനിയാഴ്ച വരെ വിലക്ക്. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കലാകാരന്മാർക്ക് ഇന്ത്യൻ സമൂഹത്തിൽ വിശിഷ്ട സ്ഥാനമാണുള്ളതെന്നും കലാസൃഷ്ടികൾ രാജ്യത്തിന്റെ സംസ്കാരത്തെ സമ്പന്നമാക്കുന്നതായും രാഷ്ട്രപതി ദ്രൗപദി മുർമു. ന്യൂഡൽഹിയിലെ ജൻപഥിൽ ലളിതകലാ അക്കാദമി സംഘടിപ്പിക്കുന്ന 64ാമത് ദേശീയ കലാപ്രദർശനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. കലാകാരന്മാർ ഭാവനയിലൂടെ കലാസൃഷ്ടികളിലൂടെയും പുതിയ ഭാരതത്തെ വരച്ചുകാട്ടുകയാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. വേൾഡ് ഫുഡ് ഇന്ത്യ 2025 നാളെ മുതൽ ഈ മാസം 28 വരെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയുടെ ഭക്ഷ്യ സംസ്കാരം ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നതിനും ഭക്ഷ്യമേളയിലേക്ക് കൂടുതൽ നിക്ഷേപം ആകർഷിക്കാനുമാണ് പരിപാടി. 100-ലേറെ വിദേശ രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കും. ഇന്ത്യയുടെ കപ്പൽ നിർമ്മാണ സമുദ്ര ആവാസ വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതിന് 69,725 കോടി രൂപയുടെ സമഗ്ര പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ന്യൂഡൽഹിയിൽ ഇക്കാര്യം അറിയിച്ചത്. ആഭ്യന്തര ശേഷി ശക്തിപ്പെടുത്തുന്നതിനും ദീർഘകാല ധനസഹായം വർദ്ധിപ്പിക്കുന്നതിനും അനുയോജ്യമായ സമീപനമാണ് പദ്ധതിയിലുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാ പദ്ധതികളുടെയും നിർവഹണം നിരീക്ഷിക്കുന്നതിനായി ഒരു ദേശീയ കപ്പൽ നിർമ്മാണ മിഷൻ സ്ഥാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. एम्प्लॉयमेंट मल्टीप्लायर शिप बिल्डिंग का 6.4 है, यानी अगर एक व्यक्ति शिप बिल्डिंग में काम करता है तो 5 more persons get employment because of that one person who is working in the shipbuilding industry. Investment multiplier is almost 2, which means if we invest 1 crore rupees in shipbuilding, then the economy gets about 2 crore rupees benefit. രാജ്യത്ത് ബിരുദാനന്തര മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തോതിലുള്ള വിപുലീകരണത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയതായി ശ്രീ വൈഷ്ണവ് പറഞ്ഞു. ഇതിന്റെ ഭാഗമായി കേന്ദ്ര സഹായത്തോടെ 5000 PG സീറ്റുകളും 5023 MBBS സീറ്റുകളും സൃഷ്ടിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. റെയിൽവേ ജീവനക്കാർക്ക് 78 ദിവസത്തെ പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് ബോണസ് നൽകാനും കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. 10 ലക്ഷത്തിലധികം റെയിൽവേ ജീവനക്കാർക്കാണ് 1865.68 കോടി രൂപ നൽകാൻ മന്ത്രിസഭ ഇന്ന് അംഗീകാരം നൽകിയത്. ഇന്ത്യയുടെ ആരോഗ്യരംഗത്തെ പുരോഗതി ദേശീയ വികസനത്തിന്റെ ഒരു പ്രധാന സ്തംഭമായി അംഗീകരിക്കപ്പെട്ടതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രമുഖ ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ദേവി പ്രസാദ് ഷെട്ടി എഴുതിയ ആരോഗ്യത്തെ ഉൽപാദനക്ഷമതയുമായി ബന്ധിപ്പിക്കുന്നു എന്ന ലേഖനം പങ്കുവച്ചാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ആരോഗ്യത്തെ ചെലവായിട്ടല്ല മറിച്ച് നിക്ഷേപമായി കാണുന്നത് ഭരണനിർവഹണത്തെയും രാജ്യത്തിന്റെ അഭിവൃദ്ധിയെയും ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ നെൽ കർഷകരുടെ പ്രശ്നം പരിഹരിക്കുന്നതിനായി കൃഷി മന്ത്രാലയം നിയോഗിച്ച കേന്ദ്ര സംഘം ഇന്ന് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് സന്ദർശിച്ചു. കുട്ടനാട്ടിലെ നെൽകൃഷി വികസനത്തിനായി പ്രത്യേക നിർദ്ദേശം ഉൾപ്പെടുത്തി കേന്ദ്ര കൃഷിമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് കേന്ദ്ര സംഘം അറിയിച്ചു. അന്ധകാരനഴിയിലും കുട്ടനാട്ടിലും സന്ദർശനം നടത്തിയ കേന്ദ്ര സംഘം നെൽ കർഷകരുമായി വിവിധ കാര്യങ്ങൾ ചർച്ച ചെയ്തു. ജമ്മു കാശ്മീരിൽ നിന്നുള്ള 4 സീറ്റുകളിലേക്കുള്ള രാജ്യസഭാ തെരഞ്ഞെടുപ്പ് തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. ഒക്ടോബർ 24-നാണ് വോട്ടെടുപ്പ്. 2021 ഫെബ്രുവരി മുതൽ ഈ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. പഞ്ചാബിൽ നിന്നുള്ള ഒരു സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും കമ്മീഷൻ പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം അടുത്ത മാസം 6-ന് പുറത്തിറങ്ങും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. കൊച്ചി കളമശ്ശേരിയിൽ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കുന്നതിന് തത്വത്തിൽ അനുമതി നൽകി സംസ്ഥാന മന്ത്രിസഭായോഗം. കേരള പൊതുസേവന അവകാശ ബില്ലിന്റെ കരടും മന്ത്രിസഭ അംഗീകരിച്ചു. സംസ്ഥാനത്തെ സർവകലാശാലാ നിയമങ്ങളിൽ സിൻഡിക്കേറ്റ് യോഗം ചേരുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ വ്യവസ്ഥ കൂട്ടിച്ചേർക്കുന്നതിനുള്ള കരട് ബില്ലിനും അംഗീകാരമായി.
GST ഘടനാ പരിഷ്കാരങ്ങൾ നിലവിൽ വന്നതോടെ രാജ്യത്ത് നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ 400-ലധികം ഉൽപ്പന്നങ്ങൾക്ക് വില കുറഞ്ഞു. പുതുതലമുറ GST പരിഷ്കാരങ്ങളിലൂടെ ആരോഗ്യമേഖലയിൽ കേന്ദ്ര സർക്കാർ ഗണ്യമായ നികുതി ഇളവുകളാണ് വരുത്തിയിട്ടുള്ളത്. ക്യാൻസർ, ഗുരുതര രോഗങ്ങൾ എന്നിവയ്ക്കുള്ള 33 ജീവൻ രക്ഷാ മരുന്നുകളുടെ നികുതിയും ഒഴിവാക്കിയിട്ടുണ്ട്. പൊതുസേവനവും സദ്ഭരണവും മുഖമുദ്രയാക്കിയ കേന്ദ്ര സർക്കാർ ഇന്ത്യയെ മാധ്യമങ്ങളുടെയും വിനോദത്തിന്റെയും ആഗോള കേന്ദ്രമാക്കി മാറ്റുന്നതിനായി വേവ്സ് ഉച്ചകോടിയിലൂടെ സർഗാത്മകതയും സാങ്കേതികവിദ്യയും എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതിനെക്കുറിച്ചാണ് ആകാശവാണി പ്രത്യേക പരമ്പരയായ സേവാ പർവിൽ ഇന്ന്. ആഗോള നേതാവാകുന്നതിന് സർഗാത്മകത, സംസ്കാരം എന്നിവയിൽ ഇന്ത്യയുടെ കഴിവ് പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വർഷം മെയ് 1 മുതൽ 4 വരെ മുംബൈയിൽ വേൾഡ് ഓഡിയോ വിഷ്വൽ എന്റർടൈൻമെന്റ് ഉച്ചകോടിയായ വേവ്സിന്റെ ആദ്യ പതിപ്പ് സംഘടിപ്പിച്ചത്. ലോകമെമ്പാടുമുള്ള സ്റ്റാർട്ടപ്പുകൾ, വ്യവസായ നേതാക്കൾ തുടങ്ങിയവരെ ഇതിലൂടെ ഒരുമിച്ച് കൊണ്ടുവന്നു. ഇന്ത്യയുടെ സർഗാത്മകത സമ്പദ്വ്യവസ്ഥയ്ക്ക് ഗുണം ചെയ്യുമെന്നും GDPയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. भारत की क्रिएटिव इकोनॉमी आने वाले वर्षों में GDP में अपना योगदान और बढ़ा सकती है. आज भारत फिल्म प्रोडक्शन, डिजिटल कंटेंट, गेमिंग, फैशन, एनिमेशन और म्यूजिक का ग्लोबल हब बन रहा है. വേവ്സിലൂടെ സിനിമകൾ, OTT, ഗെയിമിംഗ് തുടങ്ങിയവ സംയോജിപ്പിച്ച് ഇന്ത്യയുടെ മാധ്യമ വിനോദ വൈദഗ്ധ്യത്തെ വികസിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. സേവാ പർവിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക ചർച്ച നാളെ ഉച്ചയ്ക്ക് ശേഷം 3:30 പ്രക്ഷേപണം ചെയ്യും. നാളത്തെ ചർച്ചയിൽ ഡിജിറ്റൽ ഇന്ത്യ, ആധാർ മുതൽ AI വരെ എന്ന വിഷയത്തെക്കുറിച്ച് കേരള സർവകലാശാല മുൻ പ്രൊഫസറും സീഡിറ്റ് മുൻ ഡയറക്ടറുമായ ഡോക്ടർ അച്യുത് ശങ്കർ സംസാരിക്കും. സ്ത്രീകളുടെ ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിലൂടെ കുടുംബങ്ങളെ ശക്തമാക്കാൻ ലക്ഷ്യമിടുന്ന സ്വസ്ഥ നാരി സശക്ത് പരിവാർ ക്യാമ്പയിന്റെ ഭാഗമായി തിരുവനന്തപുരം വെള്ളനാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ സ്ത്രീകൾക്കായി ആരോഗ്യ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗൈനക്കോളജി, പീഡിയാട്രിക്സ് എന്നീ വിഭാഗങ്ങളിലായിരുന്നു ഇന്ന് പരിശോധന നടന്നത്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഈ മാസം 27 വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നാണ് മുന്നറിയിപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ് മത്സരം. ഏഷ്യ കപ്പ് ഫൈനൽ പ്രവേശനം ലക്ഷ്യമിട്ടാണ് സൂപ്പർ 4ലെ രണ്ടാം മത്സരത്തിനായി ഇന്ത്യ ഇന്നിറങ്ങുന്നത്. ഷൂട്ടിംഗ് ജൂനിയർ ലോകകപ്പ് ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. 50 മീറ്റർ റൈഫിൾ, പ്രോൺ വനിതകൾക്കും പുരുഷന്മാർക്കുമുള്ള മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും. ഒളിമ്പ്യൻ റൈസ ധില്ലൻ, ഏഷ്യൻ ട്രാപ്പ് ചാമ്പ്യൻ സബീറ ഹാരിസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള 69-അംഗ ടീമാണ് ഇന്ത്യയ്ക്കായി മത്സരിക്കുന്നത്. അടുത്ത മാസം 2 വരെയാണ് മത്സരം. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന് രാജ്യത്ത് മികച്ച വരവേൽപ്പ്. വിപുലമായ പരിപാടികളാണ് രാജ്യമെമ്പാടും ഇതിന്റെ ഭാഗമായി നടക്കുന്നത്. മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക, അനധികൃത മാലിന്യ നിക്ഷേപ സ്ഥലങ്ങൾ കണ്ടെത്തി ശുചീകരിക്കുക തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ ഗാന്ധി ജയന്തി ദിനം വരെ നീളുന്ന ക്യാമ്പയിനിലൂടെ നടന്നുവരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച വിവിധ സമ്മാനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഓൺലൈൻ ലേലത്തിൽ സജീവമായി പങ്കെടുക്കാൻ അദ്ദേഹം ജനങ്ങളോട് ആവശ്യപ്പെട്ടു. ലേലത്തിൽ നിന്ന് ലഭിക്കുന്ന തുക ഗംഗാ നദിയുടെ സംരക്ഷണത്തിനും പുനരുജ്ജീവനത്തിനുമുള്ള നമാമി ഗംഗ സംരംഭത്തിന് നൽകുമെന്ന് സമൂഹ മാധ്യമക്കുറിപ്പിൽ പ്രധാനമന്ത്രി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 126-ാം പതിപ്പ് ഈ മാസം 28-ന് രാവിലെ 11 മണിക്ക്. പ്രധാന വാർത്തകൾ വീണ്ടും. വേൾഡ് ഫുഡ് ഇന്ത്യ 2025 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയുടെ കപ്പൽ നിർമ്മാണ സമുദ്ര ആവാസ വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതിന് 69,725 കോടി രൂപയുടെ സമഗ്ര പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം. രാജ്യത്ത് മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയുടെ വിപുലീകരണത്തിന്റെ ഭാഗമായി ബിരുദാനന്തര കോഴ്സുകളുടെ സീറ്റുകൾ വർദ്ധിപ്പിച്ച് കേന്ദ്രമന്ത്രിസഭ. കുട്ടനാട്ടിലെ നെൽകൃഷി വികസനത്തിനായി പ്രത്യേക നിർദ്ദേശം ഉൾപ്പെടുത്തി കേന്ദ്ര കൃഷിമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് കേന്ദ്ര സംഘം. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. മത്സ്യബന്ധനത്തിന് ശനിയാഴ്ച വരെ വിലക്ക്. ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.